mesh analysis. So mesh analysis is one of the important topics which is discussed in our module 1 of basics of electrical and electronics engineering. So mesh analysis, otherwise we call it as Maxwell's mesh current method. This is Maxwell's mesh current method, and it is one of the important topic in module 1. Module 1 ൽ നിന്നൊരു പ്രോബ്ലം ആയിരിക്കും മെയിനായിട്ട് ഇതിനകത്തുനിന്ന് ചോദിക്കുന്നത്. അതും എസ്എ ക്വസ്റ്റ്യൻ ആയിരിക്കുമേ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. വാട്ട് ഈസ് ദിസ് മെഷ് കറണ്ട് മെത്തേഡ്? മാക്സ്വെൽ മെഷ് കറണ്ട് മെത്തേഡ് അല്ലെ മെഷ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷ് കറണ്ട് വെച്ചിട്ട് ഒരു സർക്യൂട്ടിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് മെഷ് കറണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം എന്നതാ ഈ മെഷ് എന്ന് പറഞ്ഞാൽ? മെഷ് എന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ലൂപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് എ ലൂപ്പ്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും സെയിം ആയിട്ട് വരുവാണ്. വി കോൾ ഇറ്റ് ആസ് എ ലൂപ്പ്. ഫോർ എക്സാമ്പിൾ, എന്താണ് ലൂപ്പ്? ഇതൊരു ലൂപ്പാണ്. ഇതൊരു വലിയ സർക്യൂട്ടാണ്. ഇതിനകത്ത് എത്ര ലൂപ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ലൂപ്പിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സീറോയാണ്. ഒരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അതിൻ്റെ എൻഡിങ് സെയിം തന്നെയായിരിക്കും. സ്റ്റാർട്ടിങ് എൻഡും ഫിനിഷിംഗ് എൻഡ് സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? അതിനെ ലൂപ്പ് എന്ന് വിളിക്കാം. നോക്കിക്കേ, ഇവിടെ ഇതിനകത്ത് ഞാൻ 1 എന്ന് കാണിച്ചേക്കുന്നുണ്ട്. ഇതൊരു ലൂപ്പാണ്, കണ്ടോ? ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താ? 20 ആംപിയർ കറണ്ട് സോഴ്സിൽ നിന്ന് തുടങ്ങി 8 ഓമിൽ കൂടെ വന്ന് 10 വോൾട്ട് സോഴ്സിൽ കൂടെ കയറി തിരിച്ച് 20 ആംപിയറിൽ വരുന്നു. സോ ദിസ് ഈസ് എ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിൽ എത്ര ലൂപ്പ് ഉണ്ട്? ദിസ് ഈസ് 1 ലൂപ്പ്. ആൻഡ് സെക്കൻഡ് ലൂപ്പ് നമുക്ക് എങ്ങനെയാ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇല്ലേ? സെക്കൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടോ? സെക്കൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ 8 ഓം 5 ഓമിൽ കൂടെ കയറി 4 ഓമിൽ കൂടെ കയറി 40 വോൾട്ട് സോഴ്സിൽ കൂടെ കയറി 10 വോൾട്ട് സോഴ്സിൽ കൂടെ തിരിച്ച് വരുന്നു. അത് സെക്കൻഡ് ലൂപ്പ്. സിമിലർലി ദിസ് ഈസ് അവർ തേർഡ് ലൂപ്പ്. അപ്പോൾ തേർഡ് ലൂപ്പ് എങ്ങനെയായിരിക്കും? തേർഡ് ലൂപ്പിൻ്റെ അത് പ്ലസ് 40 വോൾട്ടിൽ നിന്ന് 4 ഓമിൽ കൂടെ കയറി വന്ന് 12 ഓമിൽ കൂടെ കയറി തിരിച്ചു പോകുന്നു. അപ്പം ഇത് തേർഡ് ലൂപ്പായിരിക്കും. ഇത് കൂടാതെ ലൂപ്പ് എടുക്കാം. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ലൂപ്പ് എടുക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ ലൂപ്പ് എടുക്കുന്ന എന്താ ചെയ്യേണ്ടത്? നോക്കിക്കേ, ഫോർത്ത് ലൂപ്പ്. അതായത് 20 ആംപിയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 5 ഓമിൽ കൂടെ വന്ന് 4 ഓമിൽ കൂടെ കയറി 40 വോൾട്ടിൽ കൂടെ കയറി വന്നു. അത് ഒരു ലൂപ്പാണ്, ഫോർത്ത് ലൂപ്പ്. സിമിലർലി ഐ ക്യാൻ മേക്ക് എ ഫിഫ്ത്ത് ലൂപ്പ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഞാനൊരു ഫിഫ്ത്ത് ലൂപ്പ് ഉണ്ടാക്കുകയാണ്. അതായത് ഫ്രം 10 വോൾട്ട് 8 ഓം 5 ഓം ദെൻ എ ടെർമിനലിൽ കൂടെ കയറി 12 ഓമിൽ കൂടെ വന്ന് ബി ടെർമിനലിൽ കൂടെ തിരിച്ച് 10 വോൾട്ടിൽ പോകുന്നു. ഇത് ഫിഫ്ത്ത് ലൂപ്പ്. ഇത് കൂടാതെ ഐ ക്യാൻ മേക്ക് ആൻ എൻറ്റയർ ബിഗ് ലൂപ്പ്. ഒരു വലിയ ലൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. ആ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആംപിയറിൽ നിന്ന് 5 ഓമിൽ കൂടെ വന്ന് 12 ഓമിൽ കൂടെ വന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നതാണ് അടുത്ത ലൂപ്പ്. നോക്കിക്കോണം, സിക്സ്ത് ലൂപ്പ്. അങ്ങനെ നമ്മളുടെ ഒരു സർക്യൂട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും സെയിം ആയിട്ട് വരുവാണെങ്കിൽ അതിനെ നമുക്ക് ലൂപ്പ് എന്ന് പറയാം. നമുക്കിവിടെ എന്താ വേണ്ടത്? ഇവിടെ നമുക്ക് ലൂപ്പല്ല വേണ്ട. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മെഷസ്. മെഷ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ ഏറ്റവും ചെറിയ ലൂപ്പിനെയാണ് നമ്മൾ മെഷ് എന്ന് വിളിക്കുന്നത്. അതായത് ഏറ്റവും ചെറിയ ലൂപ്പ്. ഇപ്പം നമ്മൾ 6 ലൂപ്പുകൾ പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും ചെറുതായിട്ടുള്ളതിനെയാണ് നമ്മൾ മെഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, മെഷിനകത്ത് വേറെ ലൂപ്പ് പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വലുത് എടുക്കുകയാണ്. ഈ വലിയ ലൂപ്പ് എടുത്തു കഴിയുമ്പോൾ എനിക്കിതാ ഇങ്ങനൊരു ലൂപ്പ് ഉണ്ടാക്കാം, ഇങ്ങനൊരു ലൂപ്പ് ഉണ്ടാക്കാം, ഇങ്ങനൊരു ലൂപ്പ് ഉണ്ടാക്കാമല്ലോ. അപ്പം ഇതിനകത്ത് സബ് ലൂപ്സ് പോസിബിൾ ആണ്. അങ്ങനെ പോസിബിൾ ആവാത്തതിനെയാണ് മെഷ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കെന്നാൽ ഇപ്പോൾ 6 ലൂപ്സ് ഉണ്ട്. അതിലേതൊക്കെ മെഷാണെന്ന് നമുക്കൊന്ന് തപ്പി നോക്കാം. നോക്കിയേ, ഫസ്റ്റ് വണ്ണിൻ്റെ എന്താണ്? ഈ ഫസ്റ്റ് ലൂപ്പ് ഇതൊരു മെഷ് തന്നെയാണ്. കാരണം എന്താ? ഇതിനകത്തൊരു സബ് ലൂപ്പ് പറ്റില്ല. സോ ദിസ് ഈസ് എ മെഷ്. സെക്കൻഡ് ലൂപ്പോ? സെക്കൻഡ് ലൂപ്പ് മെഷാണ്. കാരണം ഇതിനകത്തും ഒരു സബ് ലൂപ്പ് പാടില്ല. സോ വാട്ട് അബൌട്ട് ദ തേർഡ് വൺ? തേർഡ് വൺ ഈസ് ഓൾസോ അനദർ മെഷ്. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന 3 ലൂപ്സ് നമ്മൾ കൺസിഡർ ചെയ്തത് മെഷാണ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ഫോർത്ത് ലൂപ്പ്. ഫോർത്ത് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഔട്ടർ ലൂപ്പാണ് നമ്മൾ എടുത്തത്. ഇതിനകത്ത് തന്നെ 2 ലൂപ്സ് സബ് ലൂപ്സ് പോസിബിൾ ആണ്. സോ ദിസ് ഈസ് നോട്ട് എ മെഷ്. ഫോർത്ത് ലൂപ്പ് മെഷ് അല്ല. ഇനി ഫിഫ്ത്ത് ലൂപ്പ് എടുത്താലോ? ഫിഫ്ത്ത് ലൂപ്പിനകത്തും ഇതുപോലെ തന്നെ 2 സബ് ലൂപ്സ് പോസിബിൾ ആണ്. സോ ഫിഫ്ത്ത് ലൂപ്പ് ഈസ് ഓൾസോ cannot be considered as a mesh. അപ്പം ഏറ്റവും ചെറിയ ലൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? മെഷ് എന്ന് പറയുക. ഓക്കെ, അപ്പം മെഷ് കറണ്ട് വെച്ചിട്ടുള്ള മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക? മെഷ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ സെപ്പറേറ്റ് ആയിട്ട് പറയാനുണ്ട്. നമ്മൾ മെഷ് കറണ്ടും ബ്രാഞ്ച് കറണ്ടും സെയിം അല്ല. മെഷ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ
ലൂപ്പിലെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6th ലൂപ്പിൽ കോമൺ ആയിട്ട് പോകുന്ന ഒരു കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന തേർഡ് മെഷിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ടാണ് എന്ത് മെഷ് കറണ്ട് എന്ന് പറയുന്നത്. ആ കറണ്ട് ആയിരിക്കില്ല ബ്രാഞ്ച് കറണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ 4 ഓമിൽ കൂടെ ഈ ലൂപ്പിലെ കറണ്ട് മാത്രമല്ല വരിക, സെക്കൻഡ് ലൂപ്പിലെ കറണ്ട് ഫ്ലോ ചെയ്യാം. ഈ സെക്കൻഡ് ലൂപ്പിൻ്റെ കറണ്ടും ഫ്ലോ ചെയ്യും, തേർഡ് ലൂപ്പിൻ്റെ കറണ്ടും ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതിനകത്തെ ബ്രാഞ്ച് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലൂപ്പിൻ്റെയും ഫേസർ ആയിരിക്കും, ഫേസർ സമ്മായിരിക്കും ഇതിനകത്തൂടെ പോകുന്ന ബ്രാഞ്ച് കറണ്ട്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ബ്രാഞ്ച് കറണ്ട് വേറെ, മെഷ് കറണ്ട് വേറെ, അത് ഓർത്തോണം. ഓക്കെ, സോ നമ്മൾ ഇനി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വി ആർ സോൾവിങ് അവർ സർക്യൂട്ട് ബൈ യൂസിങ് മെഷ് അനാലിസിസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, മെഷ് അനാലിസിസ് മെയിനായിട്ടും നമ്മൾ 5 സ്റ്റെപ്സിലൂടെയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം നമുക്ക് കിട്ടുന്ന സർക്യൂട്ട്സിനകത്തെ ലൂപ്സും മെഷസും, അതായത് ലൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് മെഷിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ, നമ്മൾ എല്ലാ മെഷും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ മെഷിന് ഓരോ കറണ്ട് ഡയറക്ഷൻ കൊടുക്കും. കറണ്ട് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് കറണ്ട് ഫ്ലോ ആവാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കറണ്ട് ഡയറക്ഷൻ കൊടുക്കും. കൺവെൻഷണൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു എന്നാണ് പണ്ട് കാലത്തെ കൺവെൻഷണൽ കറണ്ട് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഓപ്പോസിറ്റിലും അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്ത ഡയറക്ഷൻ തെറ്റാണെങ്കിൽ നമ്മളുടെ ആൻസറിൻ്റെ കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് വരും, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, മെഷ് ഐഡൻറ്റിഫൈ ചെയ്ത് മെഷ് കറണ്ട് അസൈൻ ചെയ്യും. അതിന് ശേഷം ഓരോ മെഷിലും നമ്മൾ കൊണ്ടുപോയി കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യും. ഓരോ മെഷിലും കൊണ്ടുപോയി കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്തിട്ട് ആ ഇക്വേഷൻസിനെ എല്ലാം ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ റീഅറേഞ്ച് ചെയ്ത് ആ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ മെഷ് അനാലിസിസ് കഴിഞ്ഞു. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് ഇൻ 3 മെയിൻ സ്റ്റെപ്സ്. 3 സ്റ്റെപ്സിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ആദ്യം എല്ലാ മെഷസും കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ കറണ്ടിനൊരു ഡയറക്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് കറണ്ട് ചെയ്യാമല്ല, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ അസ്യൂം ചെയ്യാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ മെഷ് കണ്ടുപിടിച്ച് മെഷ് കറൻറ്റ്സ് ഡയറക്ഷൻ അസൈൻ ചെയ്യും. രണ്ടാമത് കണ്ടുപിടിച്ച ഓരോ മെഷിലും നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യും. കിർച്ചോഫ്സ് വോൾട്ടേജിലോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചല്ലേ, അറിയത്തില്ലേ? സം ഓഫ് ദ പൊട്ടൻഷ്യൽ അക്രോസ് എ ക്ലോസ്ഡ് സർക്യൂട്ട് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്നായിരിക്കും. അതായത് സോഴ്സസ് മൈനസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെ വോൾട്ടേജ് സോഴ്സ് വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ്. അതാണ് കിർച്ചോഫ്സ് വോൾട്ടേജിലോ. അപ്പോൾ നമ്മൾ ഓരോ മെഷിലും കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യും. എന്നിട്ട് എല്ലാ മെഷിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഒരേ പാറ്റേണിൽ എഴുതാൻ ശ്രമിക്കണം. അതായത് I1ൻ്റെ കോഎഫിഷ്യൻസ് പ്ലസ് I2ൻ്റെ കോഎഫിഷ്യൻസ് പ്ലസ് I3യുടെ കോഎഫിഷ്യൻ, അങ്ങനെ ഒരേ പാറ്റേൺ എഴുതിയിട്ട് അതിനെ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ഒന്നുകൂടെ പറയുകയാണെ, നമ്മൾ 3 സ്റ്റെപ്പിൽ ചെയ്യാൻ പോവാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ മെഷസും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. രണ്ടാമത്തത് എന്താ, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ മെഷസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മെഷ് കറണ്ടിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓരോ മെഷിലും നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ എല്ലാ ഈ കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോരോ ഇക്വേഷൻ കിട്ടില്ല. അങ്ങനെ എല്ലാ ഇക്വേഷൻസിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് ആ ഇക്വേഷനെ മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യും. അതാണ് എന്ത് നമ്മളുടെ മെഷ് അനാലിസിസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതൊരു ജനറൽ എക്സാമ്പിളാണ്. V1, I1, R1, R2, R3. R1, R2, R3 3 റെസിസ്റ്റൻസ് ഉണ്ട്, 2 വോൾട്ടേജ് സോഴ്സ് V1, V2 ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് മെഷ് കറണ്ട് ഓൾറെഡി അസൈൻ ചെയ്തു, I1, I2 അസൈൻ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെങ്ങനെ സോൾവ് ചെയ്തു നോക്കാം. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്തെ മെഷസ് കണ്ടുപിടിക്കണം. ഹൗ മെനി മെഷസ് ആർ ദെയർ ഇൻ ദിസ് സർക്യൂട്ട്? എത്ര എണ്ണം ഉണ്ട്? 2 മെഷ് ഉണ്ട് അല്ലേ. നമുക്ക് അറിയത്തില്ല ഏതൊക്കെയാ. ഒരു മെഷ് ഇതുമായിരിക്കും ഇല്ലേ. വി ഹാവ് 2 മെഷസ്, ഫസ്റ്റ് മെഷ് സെക്കൻഡ് മെഷ്, 2 മെഷസ് ആണ് ഉള്ളത്. എത്ര ലൂപ്പായിരുന്നു? 3 ലൂപ്പായിരുന്നു അല്ലേ. ഇതൊരു ലൂപ്പ്
ഈ വലുത് അതായത് V1 to R1 R2 V2 ഇങ്ങനെ വരുന്നത് ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഔട്ടർ ലൂപ്പിൽ 2 സബ് ലൂപ്പ് പോസിബിൾ ആയതുകൊണ്ട് അത് മെഷായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ, 2 മെഷാണ്, 1ഉം 2ഉം. വി ഹാവ് 2 മെഷസ്, മെഷ് 1 ആൻഡ് മെഷ് 2. അപ്പോൾ 2 മെഷ് അസ്യൂം ചെയ്തു. ഇനി ഞാൻ ഡയറക്ഷൻ അസ്യൂം ചെയ്യുവാണേ. ഡയറക്ഷൻ അസ്യൂം ചെയ്യുമ്പോൾ നോക്കണം, സാധാരണ കൺവെൻഷണൽ മോഡ്, അതായത് പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നെഗറ്റീവിലേക്ക് വന്നു എന്നാണ് ഡയറക്ഷൻ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളത് ഫസ്റ്റ് കറണ്ട് ആൻഡ് സെക്കൻഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇത്. അപ്പോൾ I1 ഇങ്ങനെയും I2 ഇങ്ങനെയും ഞാനങ്ങ് അസ്യൂം ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? സ്റ്റെപ്പ് 1ൽ നമ്മൾ മെഷസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് മെഷ് കറണ്ടിന് ഡയറക്ഷൻ കൊടുത്തു. ഇത്രയേ ഉള്ളൂ, സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2ൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഓരോ മെഷിലും നമ്മൾ കിർച്ചോസ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യാൻ പോവുക. എങ്ങനെയാണ് കിർച്ചോസ് വോൾട്ടേജിലോ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇവിടെ പ്ലസ് മൈനസ് എന്നല്ലേ, ഇപ്പോൾ കറണ്ട് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് പ്ലസ് ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ഇത് മൈനസ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ദാറ്റ് ഈസ്, ഇത് പൊട്ടൻഷ്യൽ എന്താ, V1 ആണ്. കിർച്ചോസ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന ലീവിങ് എൻഡ് ശ്രദ്ധിക്കാനാണ്. അപ്പോൾ ഇത് പ്ലസ് അല്ലേ, സോ പ്ലസ് V1 മൈനസ് I1 R1, അതായത് മൈനസ് വോൾട്ടേജ് അക്രോസ് R1 മൈനസ് വോൾട്ടേജ് അക്രോസ് R3 ഈസ് ഈക്വൽ ടു 0 എന്നാണേ. അപ്പോൾ എങ്ങനെയാ, V1, ഇനി വോൾട്ടേജ് അക്രോസ് R1 എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനകത്തൂടെ പോകുന്ന കറണ്ട്, അത് ഈ ലൂപ്പ് കറണ്ട് തന്നെയാണ്, I1 R1. ഇനി R3ക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെയാ, ഇതിലേക്ക് കൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു R3. അപ്പോൾ ഇതിലേക്ക് കൂടെ പോകുന്ന കറണ്ട് ഏതൊക്കെയാ, ഈ I1 മാത്രമാണോ ഫോളോ ചെയ്യുന്നത്? അല്ല, വി ഹാവ് 2 കറണ്ട്സ് ഇല്ലേ, I1ഉം ഉണ്ട്, ഈ പോകുന്ന I2ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ, കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫേസർ സം ആയിരിക്കുമല്ലോ. അപ്പം കറണ്ട് ഒരേപോലെ എൻറ്റർ ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള ടോട്ടൽ കറണ്ട് ഏഡ് ചെയ്യും. അതായത് I1ഉം I2ഉം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എന്താ, ഇതുപോലെ I1ഉം I2ഉം ഒരേ ഡയറക്ഷൻ. നോക്കിക്കേ എങ്ങനെയാ ഒരേ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്, ഇത് പ്ലസ് ആണ് ഇല്ലേ, ഇത് പ്ലസ് ആണ്, ദിസ് ഈസ് പ്ലസ് ആൻഡ് ദിസ് ഈസ് മൈനസ്. അല്ലെങ്കിൽ കറണ്ട് എന്താ, മേളീന്ന് താഴോട്ടാണ് I1 കറണ്ട് കയറി വന്നത്, അതേപോലെ തന്നെ I2ഉം മേളീന്ന് താഴോട്ടാണ് വന്നത്. അതുകൊണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് R3 കൂടെയുള്ള ബ്രാഞ്ച് കറണ്ട് എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2. ഒന്നുകൂടെ പറയുകയാണേ, ഇപ്പം ഈ ബ്രാഞ്ചിൽ കൂടെ 2 കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, I1ഉം ഫ്ലോ ചെയ്യുന്നുണ്ട്, I2ഉം ഫ്ലോ ചെയ്യുന്നുണ്ട്. I1ഉം I2ഉം ഒരേ ഡയറക്ഷനിലാണോ എന്ന് നോക്കണം. അതെങ്ങനെ അറിയുന്നേ? പെട്ടെന്ന് ഡയറക്ഷൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഇടുക. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഡോട്ട് ഇട്ടു, ഈ ഒരു ഡോട്ടിനകത്ത് നിന്ന് കറണ്ട് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് നോക്കും. ഈ ഡോട്ടിൽ കൂടെയാണോ എൻട്രി ചെയ്യുന്നത്, മേളിൽ കൂടെ താഴോട്ടാണ്, മേളിലാണ് ഡോട്ട് ഇട്ടേക്കുന്നത്. അപ്പം കറണ്ട് മേളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ I1ഉം I2വിൻ്റെയും നോക്കും, I2ഉം മേളിൽ നിന്ന് താഴോട്ടാണ് വന്നേക്കുന്നത്. സോ എന്താണ്, രണ്ടും ഡോട്ടിൽ കൂടെ ആണ് എൻട്രി ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കറണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് എൻട്രി ചെയ്യുന്നത്. അപ്പം ടോട്ടൽ കറണ്ട് എന്തായിരിക്കും, I1 പ്ലസ് I2. ഇനി സപ്പോസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരിച്ചാണേലോ, I1ഉം I2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ I1 മൈനസ് I2 എന്ന് എടുക്കണം. ഇപ്പം നമ്മൾ ലൂപ്പ് 1ൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ I1 മൈനസ് I2 എന്ന് എടുക്കണം. ഇല്ല ലൂപ്പ് 2വിൻ്റെ ഇക്വേഷൻ, അതായത് മെഷ് 2വിൻ്റെ ഇക്വേഷനാണ് എടുക്കുന്നതെങ്കിൽ I2 മൈനസ് I1 എന്ന് എടുക്കണം. ഏത് മെഷാണോ എടുക്കുന്നത് ആ മെഷിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം, അത് മറന്നുപോലെ കേട്ടോ. ഏത് മെഷാണോ എടുക്കുന്നത് ആ മെഷിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. അപ്പം നമ്മൾ സ്റ്റെപ്പ് 2വിൽ എന്താണ്, ഇവന് നമ്മൾ ഇക്വേഷൻ എഴുതാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരിക, ഈ V1 മൈനസ് I1 R1 മൈനസ് R3 ഇൻറ്റു ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് I1 പ്ലസ് I2. കണ്ടോ, അങ്ങനെ ഞാൻ എഴുതുക. നോക്കിക്കേ, കിർച്ചോസ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്തപ്പോൾ V1 മൈനസ് I1 R1 മൈനസ് ഇതിലേക്കൂടെ കറണ്ട് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട്, മൈനസ് അവിടെ ഉണ്ടേ, ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് I1 പ്ലസ് I2 ഇൻറ്റു R3 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇതേപോലെ തന്നെ ഇത് നമ്മൾ ഒന്നാമത്തെ മെഷീൻ എഴുതി. ഇനി അടുത്ത മെഷീൻ എഴുതണ്ടേ? സോ സെക്കൻഡ് മെഷീൻ്റെ എങ്ങനെയാണ്, V2 V കൂടാണ് വരുന്നത്, പ്ലസ് സി എന്നല്ലേ ഇറങ്ങുന്നത്. സോ പ്ലസ് V2 മൈനസ് I2 R2, കാരണം ഇതിനെ കൂടെ I2 മാത്രമേ ഉള്ളൂ. സോ മൈനസ് I2 R2
പിന്നെ ഇവിടെ വരുമ്പോൾ 2 കറണ്ട് ഉണ്ട് അല്ലേ, വി വോൾട്ടേജ് അക്രോസ് R3 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇതിലെ കൂടെ 2 കറണ്ട് ഉണ്ട്. സോ ഏത് ലൂപ്പാണ് ഉള്ളത്, സെക്കൻഡ് ലൂപ്പിലാണ്. സോ സെക്കൻഡ് ലൂപ്പിന് പ്രയോറിറ്റി കൊടുക്കണം. I2 പ്ലസ് I1 ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഐ എം ടേക്കിംഗ് I2 പ്ലസ് I1. ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ I2 മൈനസ് I1 എന്ന് എടുത്തേനെ. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക, V2 മൈനസ് I2 R2 മൈനസ് I2 പ്ലസ് I1 ഇൻറ്റു R3 ഈസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു, എളുപ്പമല്ലേ. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ മെഷ് കണ്ടുപിടിച്ചു, മെഷ് കറണ്ടിന് ഡയറക്ഷൻ കൊടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ഓരോ മെഷിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തു. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ 2 ഇക്വേഷൻ കിട്ടിയില്ല, ഈ 2 ഇക്വേഷൻ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. V ഈസ് ഈക്വൽ ടു IR എന്നുള്ള ഫോമിൽ റീഅറേഞ്ച് ചെയ്യും. കാരണം നമുക്കിവിടെ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ കിട്ടും, വോൾട്ടേജ് സോഴ്സിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തരും. I1 ഉം I2 ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പം V ഈസ് ഈക്വൽ ടു IR എന്നുള്ള ഫോമിൽ എഴുതുവേ. അതായത് ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, V1 മൈനസ് I1 R1 മൈനസ് I1 പ്ലസ് I2 ഇൻറ്റു R3 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. മെഷ് 2ൻ്റെ വരുമ്പോഴത്തേക്കും V2 മൈനസ് I2 R2 മൈനസ് I2 പ്ലസ് I1 ഇൻറ്റു R3. ഇനി ഇതിനെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ V1 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ എല്ലാം പോസിറ്റീവ് ആവും. എന്നിട്ട് I1ൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം ഒന്നിച്ചും I2ൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം ഒന്നിച്ചും എഴുതും. ഓക്കെ, എളുപ്പമല്ലേ. അപ്പോൾ ഇനി സ്റ്റെപ്പ് 3യിലേക്ക് പോവാണ്. സ്റ്റെപ്പ് 3യിൽ കണ്ടോ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യും. V ഈസ് ഈക്വൽ ടു IR എന്ന ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്യുക. അതായത് V1 ഈസ് ഈക്വൽ ടു I1 R1 പ്ലസ് I1 R3 പ്ലസ് I2 R3. ആദ്യത്തെ ഇക്വേഷനെ ഞാനൊന്ന് എല്ലാത്തിനെയും ഉള്ളിൽ കയറ്റി മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്നെ എടുക്കണം, I1ൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം ഒന്നിച്ചും I2ൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം ഒന്നിച്ചും. കണ്ടോ, അതാണ് V1 ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു R1 പ്ലസ് R3 പ്ലസ് I2 ഇൻറ്റു R3. അതുപോലെ തന്നെ രണ്ടാമത്തെ മെഷിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. എന്താ, I2 R2 പ്ലസ് I2 പ്ലസ് I1 ഇൻറ്റു R3 എന്നാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, I2 R3 പ്ലസ് I1 R3 എന്ന് എഴുതി. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പർട്ടിക്കുലർ ഓർഡറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് I1നെ ആദ്യം എഴുതി അതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതി, I2നെ ആദ്യം എഴുതി അതിൻ്റെ കോഎഫിഷ്യൻസ്. അതാണ് ഇതേ കണ്ടോ, V2 ആണെങ്കിലും I1ൻ്റെ കോഎഫിഷ്യൻസ് ആദ്യം എഴുതിയിട്ട് കണ്ടോ, ഇവിടെ I1 ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു കിടന്നത്. എന്നാലും നമ്മളൊരു യൂണിഫോം ഓർഡറിൽ മെട്രിക്സിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു യൂണിഫോം ഓർഡറിൽ എഴുതും. അതായത് I1 ഇൻറ്റു R3 പ്ലസ് I2 ഇൻറ്റു R2 പ്ലസ് R3 എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് V1 V2 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് V1 V2 എന്ന് എടുത്തു, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ വരിക, ഇവിടെ I1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R3 ആണ്. സോ R1 പ്ലസ് R3. താഴത്തേൻ്റെ I1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ R3 ആണ്. I2വിൻ്റെത് ഫസ്റ്റ് ഇക്വേഷനിൽ R3യും പിന്നെ R2 പ്ലസ് R3യും. കണ്ടോ, എന്നിട്ട് നമ്മളിങ്ങനെ മെട്രിക്സ് ഓർഡറിൽ എഴുതി. ഇനി ഈ ഓർഡർ എഴുതിയത് എപ്പോഴും ഒന്ന് നോക്കണം, നമ്മൾ എഴുതിയത് ശരിയാണോ അറിയാണ്ട് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇപ്പം തിരിച്ച് ഇക്വേഷൻ ഫോമിലേക്ക് പോവുക. ഇതിന് ഇക്വേഷൻ ആക്കുമ്പോൾ എങ്ങനെയാ, R1 പ്ലസ് R3 ഇൻറ്റു I1 പ്ലസ് R3 I2 അല്ലേ. R1 പ്ലസ് R3 ഇൻറ്റു I1 പ്ലസ് R3 I2 ശരിയാണ്. താഴത്തെ അതുപോലെ തന്നെ നോക്കണം, R3 I1 പ്ലസ് R2 പ്ലസ് R3 ഇൻറ്റു I2. നോക്കിക്കേ താഴത്തെ, R3 I1 പ്ലസ് R2 പ്ലസ് R3 ഇൻറ്റു I2. ഇപ്പം നമുക്ക് മെട്രിക്സ് ഫോമിൽ കിട്ടി. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഇനി ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, മെട്രിക്സ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ. നമ്മളുടെയൊക്കെ കാൽക്കുലേറ്ററിൽ മെട്രിക്സ് ഉള്ളതാണ്. മെട്രിക്സ് ഷിഫ്റ്റ് മാറ്റ് അല്ലെ മെട്രിക്സ് ഫോമിൽ കയറി ആദ്യം ഡയമെൻഷൻസ് കൊടുത്തിട്ട് ഈ മെട്രിക്സ് എൻ്റർ ചെയ്യുക. ഇനി ഇതിനകത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ എന്താ, നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് I1 ആൻഡ് I2. അപ്പം ഒന്നിലെ R ഇൻവേഴ്സ് V1 കണ്ടുപിടിക്കാം, ഇല്ലേ നമുക്ക് എളുപ്പം എങ്ങനെ കണ്ടുപിടിക്കാം, ഏതാണോ കണ്ടുപിടിക്കേണ്ടത്, ഏത് കോളമാണോ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം അതായത് എന്താ, ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I1 ആണ് ഇല്ലേ. I1 കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം, ആദ്യം നമ്മളുടെ റെസിസ്റ്റൻസ് ഉള്ള ആ മെട്രിക്സിൻ്റെ എന്ത് ചെയ്യണം, ആദ്യം റെസിസ്റ്റൻസ് ഉള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അതിന് ശേഷം ഏതാ, ഇപ്പം I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഫസ്റ്റ് കോളം നമ്മൾ റീപ്ലേസ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡും കൊണ്ട് ഫസ്റ്റ് കോളം നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഈ മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള മെത്തേഡുകളാണ്. മെട്രിക്സ് മെത്തേഡ് എന്നാണ് പറയുക. മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇല്ലേ.
മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ആദ്യം നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനൻ്റ് മെത്തേഡാണ്. മെത്തേഡ് ബൈ ഡിറ്റർമിനൻറ്റ്സ്, മെട്രിക് സൊല്യൂഷൻ ബൈ ഡിറ്റർമിനൻ്റ് മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ആൾ I1 ആണ്. I1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം I1 ആണ്. ഫസ്റ്റ് കോളത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. നോക്കിക്കേ, R1 പ്ലസ് R3യും R3യെ ഞാൻ എന്ത് ചെയ്യും? R1 പ്ലസ് R3യെ V1 കൊണ്ട് റീപ്ലേസ് ചെയ്യണം, R3യെ V2 കൊണ്ട്. കണ്ടോ, V1ഉം V2ഉം ഫസ്റ്റ് കോളത്തെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കും. ഡിവൈഡഡ് ബൈ ദിസ് ഡിറ്റർമിനൻ്റ്, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് അത്ര കണ്ടുപിടിക്കും, നമുക്ക് I1 കിട്ടും. I2 എങ്ങനെ കണ്ടുപിടിക്കണം? I2 ആകുമ്പോൾ സെക്കൻഡ് കോളത്തെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ V1 V2 കൊണ്ട് റീപ്ലേസ് ചെയ്യും. R3 നമ്മൾ എന്ത് ചെയ്യും? R3യെ V1 കൊണ്ടും R2 പ്ലസ് R3യെ V2 കൊണ്ടും. കണ്ടോ, V1ഉം V2ഉം. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഡിവൈഡഡ് ബൈ ആ R മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് I1ൻ്റെയും I2ൻ്റെയും വാല്യൂ കിട്ടും. ഓക്കെ, ഇനി കിട്ടിക്കഴിഞ്ഞിട്ട് ഈ വാല്യൂ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് ചുമ്മാ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പം മെയിനായിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എല്ലാ മെഷസും ഐഡൻറ്റിഫൈ ചെയ്ത് മെഷ് കറണ്ടിന് ലേബൽ ചെയ്ത് കൊടുക്കും. രണ്ടാമത് കണ്ടുപിടിച്ച എല്ലാ മെഷിലും കിർച്ചോഫ് വോൾട്ടേജിലും അപ്ലൈ ചെയ്യും. മൂന്നാമത് എന്ത് ചെയ്യും? മൂന്നാമത് നമ്മൾ ഏതൊക്കെ ഇക്വേഷൻസ് ഉണ്ടോ ആ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് റീഅറേഞ്ച് ചെയ്യും. റീഅറേഞ്ച് ചെയ്ത് V=IR എന്നുള്ള ഫോമിലേക്ക് ആക്കും. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷനെ സോൾവ് ചെയ്യും. സോൾവ് ചെയ്യുമ്പം ഒന്നില്ലെങ്കിൽ സാധാരണ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കിർച്ചോഫ്സ് ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ ഡൂയിങ് ഫോർ സോൾവിങ് മെഷ് അനാലിസിസ്. ഓക്കെ, ഇനി എക്സാമ്പിൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. മനസ്സിലായി കാണുമല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.